ഒരു വ്യക്തി ജിമ്മിൽ പോകുന്നത്, ജിമ്മിൽ ചെല്ലുന്നു, ഇന്ന സമയത്താണ് ജിം ഓപ്പൺ ചെയ്യുന്നത്, ഇത്ര രൂപയാണ് ഫീസ് കെട്ടേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ, ഇങ്ങനെ ഇത്ര മാസങ്ങളോളം ഈ വർക്കൗട്ടുകൾ ചെയ്താൽ നിങ്ങൾക്ക് മസിൽ വരും, ബോഡി ഇങ്ങനെയാവും എന്ന് അവനോട് പറയുകയും അതിനനുസൃതമായിട്ട് അവൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അവന് റിസൾട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തന്നെ ജിമ്മിന് പോവും. ഇത് തന്നെയാണ് നമ്മൾ അമ്പലങ്ങളിലായാലും ഏത് മതപരമായ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ അതിന്റെ ഭാഗമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് റിസൾട്ട് ഒന്നുമില്ല. എല്ലാ ദിവസം കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ വെറുതെ ഇരുന്ന് മണിയടിക്കുക, പൂജ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. പക്ഷെ നമുക്കും മനസ്സിലാവണ് ഒരു കാര്യം, വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന എന്റെ സങ്കല്പത്തിലുള്ള ചാത്തന്മാർ എന്ന് പറയുന്ന അതിശക്തമായ എനർജിയുടെ സങ്കല്പത്തിൽ ഞാൻ പൂജകളും ഹോമങ്ങളും നിവേദ്യ പൂജകളും അതിനനുസൃതമായ ഗുരുതി പൂജകളും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സ്പിരിച്വൽ ഓറയിലും കാന്തിക ശക്തിയിലും നമുക്ക് വേണ്ട ജീവിത വിജയം വളരെ വേഗത്തിലാണ് കിട്ടുന്നത്. കാരണം അത്രയും പവർഫുൾ എനർജിയാണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക. അത്രയും പവർഫുൾ എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ആ എനർജിയെ നമുക്ക് കൃത്യമായിട്ട് സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾക്ക് വർക്കൗട്ട് ആവുന്നു. ഇത്രയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പാറ്റേൺ, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ ഹോമങ്ങളും പൂജകളും എല്ലാം വളരെ